ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിലാക്കി എൻഡിഎ മഹാസഖ്യവും ബിജെപി ജെഡിയു സീറ്റ് വിഭജനം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. 102 സീറ്റിൽ ബിജെപിയും 103 സീറ്റിൽ ജെഡിയുവും മത്സരിക്കുമെന്നാണ് സൂചന. നിർണായക ചർച്ചകൾക്കായി LJP യോഗം ചേരുന്നുണ്ട്. പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടി സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സീറ്റ് വിഭജനം വേഗത്തിലാക്കാൻ സഖ്യകക്ഷികളുമായി കോൺഗ്രസിന്റെ ചർച്ചയ്ക്കും ഇന്ന് തുടക്കമാവും. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കുകയാണ് ഇന്ത്യയും മഹാഗഡ്ബന്ധൻ സഖ്യവുമൊക്കെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ കടമ്പയായ മുന്നണികളിലെ സീറ്റ് വിഭജനം തന്നെയാണ് തലവേദനയായി തുടരുന്നത്. ഒരുപക്ഷെ ഈ സൂചിപ്പിച്ചതുപോലെ NDAയിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് ഇപ്പോൾ പൂർത്തിയാകുമെന്ന് പറയുമ്പോൾ പോലും LJP 30 സീറ്റുമായി ഇപ്പോഴും രംഗത്തുണ്ട്. അതിലിപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. മാത്രമല്ല കോൺഗ്രസും തേജസ്വി യാദവുമായുള്ള ചർച്ചകൾ തുടക്കമാകുന്നതേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ തലവേദന തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഈ ഒരു മുന്നണി സീറ്റ് വിഭജന ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? സ്വപ്ന, ആദ്യഘട്ട വോട്ട് സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും പുറത്തിറക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6-ാം തീയതിയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപേ തന്നെ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി വളരെ വേഗത്തിൽ പ്രചാരണത്തിലേക്ക് എത്തണം. ഇപ്പോഴും വിവിധ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള പ്രചരണം നടക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാത്തത് മുന്നണികൾക്ക് വലിയ തലവേദനയാണ്. NDA സംബന്ധിച്ച് നേരത്തെ സ്വപ്ന സൂചിപ്പിച്ചു തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. LJP ആണ് ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത്. ഇതിൽ തന്നെ ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിൽ ഇന്ന് നിർണായക യോഗം പാട്നയിൽ ചേരുന്നുണ്ട്. ആ യോഗത്തിൽ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ LJP പ്രശാന്ത് കിഷോറിന്റെ ജനസൂരജ് പാർട്ടിയുമായി ചില ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ പിന്നീട് NDAയുടെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ തന്നെ നടന്നിരുന്നു. പ്രത്യേകിച്ച് BJPയുമായി നേരിട്ട് ചിരാഗ് പാസ്വാൻ ചർച്ചകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാനെ അടക്കം അദ്ദേഹം കാണുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നീക്കം ഉണ്ടായത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിലവിലെ ധാരണ അനുസരിച്ചാണെങ്കിൽ 100-ലധികം സീറ്റുകളിൽ ഈ രണ്ട് പാർട്ടികൾ തന്നെ മത്സരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോഴേക്കും 30 സീറ്റ് എന്നുള്ളതാണ്, 30-ലധികം സീറ്റ് എന്നുള്ള നിലയിലേക്കാണ് 30-40 സീറ്റ് ലഭിക്കണം എന്നുള്ളതാണ് LJPയുടെ ആവശ്യം. പക്ഷേ അത്രയും സീറ്റുകൾ നൽകിയാൽ മറ്റ് ഘടകകക്ഷികളുണ്ട്, അവർക്കൊക്കെ തന്നെ എങ്ങനെ സീറ്റ് നൽകും എന്നുള്ളത് ആശങ്ക തന്നെയാണ്. അതുകൊണ്ട് അക്കാര്യത്തിലടക്കം തന്നെ നിർണായക ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഇന്നൊരു പക്ഷേ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ കാര്യത്തിൽ ഒരു നിർണായക തീരുമാനം എടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കൾ, BJP നേതാക്കളടക്കം തന്നെ വ്യക്തമാക്കുന്നത്. അതേസമയം കോൺഗ്രസിലേക്ക് വന്നാൽ, മഹാസഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും സീറ്റിന്റെ കാര്യത്തിൽ ധാരണയായില്ല. പക്ഷേ കോൺഗ്രസ് കുറെ കൂടി വിട്ടുവീഴ്ച മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നടത്തുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഏതായാലും തേജസ്വി യാദവിനെ തന്നെ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകാൻ തന്നെയാണ് മഹാസഖ്യം തത്വത്തിൽ ധാരണയായിട്ടുള്ളത്. അതിൽ മറ്റ് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ 65 സീറ്റെങ്കിലും ലഭിക്കണം, 60 സീറ്റെങ്കിലും അല്ലെങ്കിൽ 60എങ്കിലും ലഭിക്കണമെന്നൊരു നിലപാട് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ 50 മുതൽ 55 സീറ്റ് വരെ നൽകാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിലാണ് JDU ഉള്ളത്. ഇടത് പാർട്ടികളും സമാനമായ രീതിയിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ 29 സീറ്റ് നൽകിയതാണ്. അതിൽ 16ഇടത്തും ജയിക്കാൻ CPIML, CPM, CP അടങ്ങുന്ന ഇടത് സഖ്യത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ അവർ ആവശ്യപ്പെടുന്നത് 35 സീറ്റാണ്. ആ 35 സീറ്റ് നൽകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നൽകാൻ കഴിയില്ല എന്ന് നിലവിൽ JDU അടക്കം അറിയിക്കുന്നതിന് ആ കാര്യത്തിൽ ചില അകൽച്ചകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ചർച്ചകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ ഇന്നലെ തന്നെ 25 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 121 സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർണായക ചർച്ചകൾ നടക്കുന്നു. മറ്റൊന്ന് ജൻ സൂരജ് പാർട്ടിയാണ്. ഈ 121 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് പ്രശാന്ത് കിഷോർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ പ്രശാന്ത് കിഷോറിന്റെ സ്ഥാനാർത്ഥികൾ ഏറ്റവും താഴെത്തട്ടിൽ നിന്നുള്ള അവർ കൃത്യമായ സർവേകൾ നടത്തിയെടുത്തിട്ടുള്ള നീക്കങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് ഘട്ടത്തിലാണ് ആർക്കൊക്കെയാണ് തിരിച്ചടിയാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വപ്ന.